ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ഇങ്ങനെ സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ? എന്തൊക്കെ ചെയ്തിട്ടും ലൈഫിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ലൈഫ് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? നമ്മൾ എത്രയൊക്കെ മോട്ടിവേഷണൽ വീഡിയോസ് കേട്ടാലും അത് എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ ടിപ്സ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ് ഇരിക്കുന്നത്. നമ്മൾ പറയുന്ന ടിപ്സൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെയിലി ട്രാക്ക് റെക്കോർഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഹാബിറ്റ്സും അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റായി ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, മെഡിറ്റേറ്റ് ഡെയിലി. ഇത് നിങ്ങൾ കേൾക്കാത്ത കാര്യമൊന്നായിരിക്കില്ല, പക്ഷേ നിങ്ങൾ എത്ര പേര് ഇതൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് എത്ര അറിവുണ്ട് എന്നതിലല്ല, നമ്മളതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. നമുക്ക് ആദ്യം തന്നെ സിമ്പിളായിട്ടൊന്ന് തുടങ്ങാം. ദിവസം 2 മിനിറ്റ്, അതായത് നമ്മൾ രാവിലെ എണീറ്റിട്ട് ആ ഫസ്റ്റത്തെ 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം. പതിയെ നമുക്കൊരു 5 മിനിറ്റ് ആക്കാം. പക്ഷേ സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു 2 മിനിറ്റ് മതി. രണ്ടാമത്തെ ടിപ്പ്, അവോയ്ഡ് നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുന്ന ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം പറയുന്ന നമ്മുടെ കൂടെയുള്ളവരായിരിക്കാം. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഓപ്പൺ ചെയ്താൽ അതിലൊരുപാട് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം നമ്മളൊരു കൗതുകത്തിൻ്റെ വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യും. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് നമ്മൾ നേരെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ട് പോകും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവിടെ ആരുടെയൊക്കെയോ വായിലിരിക്കുന്ന എന്തൊക്കെയോ നമ്മൾ കേട്ട അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നെഗറ്റിവിറ്റിയാണ്. കാരണം ഇതെല്ലാമാണ് നമ്മളിലേക്ക് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കണ്ണുകളും കാതുകളും ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു, അത് ഈവൻ ഫോണിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അതിലൊക്കെ ഈ പറയുന്ന നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമുക്കറിയാം ഇന്ന കാര്യത്തിൽ നെഗറ്റീവ് ആയിരിക്കും കമൻസ് എന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത്. ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ഒന്ന് ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യും. തേർഡ് പോയിന്റ്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആവശ്യമുള്ളൊരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്, എക്സസൈസ്. അപ്പോൾ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക. 10 മിനിറ്റ്സ് നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു റീസ്റ്റാർട്ടിങ് മോഡിലാണ്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വർക്കൗട്ട് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും പോസിബിൾ അല്ല. പെട്ടെന്ന് നമ്മൾ ക്വിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആണ്. തീരെ വർക്കൗട്ടിനൊന്നും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈവൻ 5 മിനിറ്റിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 ഡേയ്സ് നിങ്ങൾ 5 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ അത് 10 15 ഒക്കെ ആക്കാം. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. 4ാമത്തെ ഒരു ടിപ്പാണ് വായന. വായന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുക്സ് എടുത്ത് വായിക്കുക എന്നുള്ളതല്ല. ഒരുപാട് മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ബുക്സ്, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒരുപാട് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ബുക്സ് വായിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ നടത്തുന്നതും അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്ത എന്തെങ്കിലും ഇൻ്റർവ്യൂസ് കാണുന്നതുകൊണ്ടും നമുക്ക് യാതൊരു പ്രയോജനമില്ല. അതൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യണം. അതിന് പകരം നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യുന്ന ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. ഞാൻ അതിന് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ഇങ്ങനത്തെ ബുക്സിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ബുക്സ് വായിക്കാം. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി 1 പേജ് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. 5ാമത്തെ കാര്യം, വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പലർക്കും പല അഡിക്ഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഉറങ്ങി സമയം കളയുന്നവരുണ്ട്, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് സമയം കളയുന്നവരുണ്ട്, ചിലർക്ക് പോൺ അഡിക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള അഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ഒറ്റയടിക്ക് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉറക്കമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് 1 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അലാം വെച്ചിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ നിങ്ങളത് അതിൻ്റെ ടൈം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ പതിയെ നമുക്കത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. 6ാമതായിട്ട് ഞാൻ പറയുന്നത്, നമുക്കൊരു ഹാപ്പി ടൈം ഉണ്ടായിരിക്കും. ഡെയിലി ഒരു ½ hour പറ്റുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ചിലപ്പോൾ ഡാൻസിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ
പെയിന്റിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, അതല്ലെങ്കിൽ ചില ആളുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, അതല്ലെങ്കിൽ എംബ്രോയിഡറി, അങ്ങനെ എന്തെങ്കിലും. ഈവൻ നമുക്കൊരു പാട്ട് കേട്ടിട്ട് അത് എൻജോയ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമ്മൾ നല്ല വൈബിൾ പാട്ട് കേട്ട് എൻജോയ് ചെയ്താലും അത് നമ്മുടെ ഹാപ്പി ടൈമാണ്. അതല്ലെങ്കിൽ നമുക്കിപ്പം പെറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യാം, അതല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് ഓരോ ദിവസം ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല. ഇനി അടുത്തൊരു പോയിന്റ് പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം വേണം അല്ലേ? അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം. അതിനാദ്യം രാത്രി നേരത്തെ കിടക്കണം. അപ്പം നമുക്കത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഉറങ്ങാൻ പോവുക. നേരത്തെ ഒരു ടൈമിൽ നിങ്ങൾ സാധാരണ എണീക്കുന്നതിലും ഒരു ഹാഫ് ആൻ അവർ മുന്നേ എണീക്കുക. അത് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന് മുമ്പ് എണീക്കാം. പിന്നീട് നമുക്കത് കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ ഒരു ഉറങ്ങുന്നതും എണീക്കുന്നതിനും ഒരു റുട്ടീൻ കൊണ്ടുവരാം. നെക്സ്റ്റ് 8ാമത്തെ പോയിന്റ്, നമ്മുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെപ്പോഴും ലൈഫിൽ ഇല്ലായ്മയിലേക്കാണ് ഫോക്കസ് ചെയ്യാം. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ സമ്പന്നതയിലേക്കും, നമ്മുടെ കാര്യം വരുമ്പോൾ ഇല്ലായ്മയിലേക്കാണ് സാധാരണ നമ്മൾ ഫോക്കസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലേ? അപ്പം അതിനൊക്കെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. കാരണം അത്രയും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ താഴെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ മുകളിലാണ്. അപ്പോൾ എല്ലാത്തിനോടും ഒരു നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത് അതൊരു ആറ്റിറ്റ്യൂഡാണ്. അല്ലാണ്ട് എല്ലാം ഉണ്ടായി കഴിഞ്ഞാലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം രാവിലെയും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്മാർട്ട് അല്ലെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ളിലൊട്ടും അങ്ങനെയല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീൽ ചെയ്ത് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളത് എത്രത്തോളം ഫീൽ ചെയ്ത് പറയുന്നു അപ്പോഴാണത് ആ ഒരു അഫർമേഷൻസൊക്കെ ഇതായിട്ട് വരിക. സോ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിങ്ങനെ പറയാം, ഞാനിപ്പം അത്ര ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഡൗണാണ്, പക്ഷെ എനിക്കറിയാം ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന്. എൻ്റെ ലൈഫിൽ കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതൊക്കെ ഞാനിപ്പം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെഗറ്റീവ്സൊക്കെ ഞാൻ പതിയെ അതിങ്ങനെ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാനിപ്പം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, എൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടെ കൺവിൻസിങ് ആണ് നമുക്ക്. സോ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു വിശ്വാസം തോന്നും. നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിയും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അതെല്ലാം നമ്മൾ ബ്ലൈൻഡായിട്ട് ഭയങ്കര വീക്കായി വരുന്ന സമയത്ത് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല. സോ അങ്ങനെ നമുക്ക് ഗ്രാജുവലായിട്ട് പറഞ്ഞ് അഫർമേഷൻസിനൊക്കെ നമുക്ക് അതൊക്കെ സെറ്റാക്കാം. ഇനി 9ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു 5 ഗോൾസ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ ഗോൾസ് എന്ന് പറയുമ്പോൾ വലിയ ഗോൾസൊന്നും നിങ്ങളിപ്പം അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ എഴുതി. അതിനുശേഷം അതിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോ ദിവസവും നിങ്ങൾ കുറച്ച് ഇപ്പം നിങ്ങൾക്ക് ഫിറ്റായിട്ടുള്ളൊരു ബോഡി വേണം എന്നാണ് നിങ്ങളുടെ ഒരു ഗോളെങ്കിൽ ഡെയിലി ഇപ്പം 2 നേരമൊക്കെ ചായ കുടിക്കുന്നതാണെങ്കിൽ അത് ഒരു നേരമാക്കി കുറയ്ക്കാം. അപ്പോൾ ഡെയിലി നമ്മുടെ ഷുഗർ ഇൻടേക്ക് കുറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ അതിൻ്റെ ബേബി സ്റ്റെപ്സ് മാത്രം എടുക്കുക. ഇനി 10ാമത്തതും ഏറ്റവും അവസാനത്തേതായിട്ടുള്ള ടിപ്പാണ് നമ്മളൊരു ഡെയിലി ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു 30 days ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഡെയിലി ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കേട്ടൊരു ആവേശത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 1-2 ദിവസമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ 3ാമത്തെ ദിവസം പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. ചിലപ്പോൾ മടി കാരണം നമ്മൾ മാറ്റിവെക്കും. അപ്പം അതൊന്നും കാര്യമില്ല. നിങ്ങൾ എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടും ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. സോ നമ്മളത് എന്തായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. അപ്പം അതിന് നിങ്ങളൊരു 1 month പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് ആദ്യം നമ്മളൊരു പേജ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ടിപ്സായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. അതായത്
മെഡിറ്റേഷൻ 2 മിനിറ്റ്, 2-5 അതൊക്കെ ഈ ടൈം നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ മോർണിംഗ് എഴുതാം, പിന്നെ മെഡിറ്റേഷൻ നൈറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ എക്സസൈസ് അതും 5-10 ഹാഫ് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അഫർമേഷൻസ് അതും മോർണിംഗ് ഈവനിങ് അങ്ങനത്തെ രീതിയിൽ എഴുതാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ മോർണിംഗ്, ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. പിന്നെ റീഡിങ്, അതുപോലെ ഞാൻ ഹാപ്പി ടൈമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എഴുതാം. പിന്നെ അഡിക്ഷൻ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു ദിവസം നിങ്ങൾ 1 hour ആണ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്, അത് എഴുതിയിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഗോൾസിനനുസരിച്ചുള്ള ബേബി സ്റ്റെപ്സ്, അതും എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കാം. പിന്നെ ബെഡ് ടൈമും രാവിലെ എണീക്കുന്ന സമയം, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു കറക്റ്റ് ഇത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് 1 by 1 ആയിട്ട് എഴുതി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1 to 30 നിങ്ങൾ ഇപ്പോൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നാളെ മുതൽ 30 ദിവസം ആ ഡേറ്റ് മുകളിൽ നേരെ എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിനും നേരെ ഒരു ചെക്ക് ബോക്സ്, ഒരു കോൺ വരച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ ഈ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇത് ഇടയ്ക്ക് നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഇപ്പം കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വെക്കുന്നതാണ്. രാവിലെ എണീറ്റത് മുതൽ നിങ്ങളിപ്പം ഉച്ചയ്ക്കോ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തോ ഒക്കെ കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ എണീറ്റപ്പം മെഡിറ്റേഷൻ ചെയ്തെങ്കിൽ അതിന് നേരെ ടിക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അത്ര മനസ്സിലായില്ലെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇത് ഫോണിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം എന്താണ് ഞാൻ മിസ് ചെയ്തത്, ഇനി നെക്സ്റ്റ് എനിക്ക് എന്താ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. കാരണം നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തിരുന്ന കാര്യമാണല്ലോ. അപ്പോൾ നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. നമുക്ക് ഒരു 5 മിനിറ്റ് വായന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് സമയത്ത് ഒരു മണിക്കൂർ ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് നോക്കിയിട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എന്തായാലും ഒരു 30 days ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ചേഞ്ച്, നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്നൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ തന്നെ നിങ്ങളോട്ടേക്ക് ഗൈഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കപ്പോൾ അവിടെ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇതെല്ലാവരും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ലൈഫ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന എല്ലാവർക്കും പുതിയൊരു റീസ്റ്റാർട്ട് ആയിട്ട് ഈ വീഡിയോ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.